പറ്റിപ്പോയി സാർ. കിരിക്കര സുമ വധക്കേസിലെ പ്രതി ജയേഷിനെ ക്രൈംബ്രാഞ്ച് ഇന്ന് അറസ്റ്റ് ചെയ്തു. സുമയുടെ സമീപവാസിയായ പ്രതി ആരോ നൽകിയ മയക്കുമരുന്നിന്റെ സ്വാധീനത്തിലാണ് കൊലപാതകം നടത്തിയതെന്ന് ക്രൈംബ്രാഞ്ച് SP റീമ IPS പറഞ്ഞു. കഴിഞ്ഞ ഒരു വർഷമായിട്ട് പ്രതി ഞങ്ങളുടെ സർവൈലൻസിൽ തന്നെയായിരുന്നു. തുടക്കം മുതൽ തന്നെ ഞങ്ങൾ കോൺഫിഡന്റ് ആയിരുന്നു സസ്പെക്റ്റിനെ കുറിച്ച്. ഇൻവെസ്റ്റിഗേഷൻ ഇൻ പ്രോഗ്രസ് ആൻഡ് ദ ടീം പ്രൊസീഡ്സ് ടു കളക്ട് എവിഡൻസ്. ജീവിതത്തിൽ ആദ്യമായാണ് താൻ കൊലപാതകത്തിന് പ്രേരണയായ മയക്കുമരുന്ന് ഉപയോഗിച്ചതെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു. ചെറിയ തോതിൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് പോലും കുറ്റകൃത്യങ്ങളിലേക്ക് വഴിവെക്കുന്നുവെന്നാണ് ഈ കേസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും 2 വർഷമായി കുറേ പേർ അന്വേഷിച്ചിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റാത്ത ഈ കേസ് നമ്മൾ സോൾവ് ചെയ്തിരിക്കുകയാണ്. ബിഗ് കൺഗ്രാറ്റ്സ് ടു ദ എൻറ്റയർ ടീം. പിന്നെ ഒരു കാര്യം, നമ്മളവനെ പ്രോപ്പർ നോട്ടീസ് കൊടുത്ത് വിളിപ്പിച്ചിരുന്നെങ്കിൽ ഈ ടെൻഷൻ്റെ ഒക്കെ ആവശ്യം ഉണ്ടായിരുന്നോ? റൂൾ കംപ്ലൈ ചെയ്യാനായിട്ട് ഇനി മുതൽ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. നോട്ടീസ് കൊടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ അവനവിടെ വെച്ച് സൂയിസൈഡ് ചെയ്തിരുന്നെങ്കിലും. അത്തരം ബാഡ് എക്സ്പീരിയൻസസ് മുമ്പ് ഉണ്ടായിരുന്നു വേണം. ഓക്കെ, എനിവേസ് ഗുഡ് ജോബ്. കൺഗ്രാറ്റുലേഷൻസ് ജയരാജ്. യെസ്, കുറച്ച് പ്രൊസീജിയേഴ്സ് കൂടെ ബാക്കിയുണ്ട് വേണം. പ്ലീസ് ഗോ ഓൺ. താങ്ക് യു മാം. യെസ് നടക്ക് സാർ. സാർ, ജയേഷിനെ കാണാൻ അവൻ്റെ അമ്മ വന്നിട്ടുണ്ട്. അമ്മയ്ക്ക് അവനോടൊന്ന് സംസാരിക്കാൻ പറ്റുമോ സാർ? സംസാരിച്ചോളാം. ഞാനിനി അമ്മയോട് എന്ത് പറയാണ് സാറേ? ജയേഷേ, ഇത് നിനക്ക് ചിലപ്പോൾ ഒരു അബദ്ധം പറ്റിയതാവാം. പക്ഷേ ഈ വരവില് നീ ഒരു പ്ലാൻ മറിച്ച് ചെയ്തേനെ. നീ കൊണ്ടുവന്ന സ്വർണ്ണ ബിസ്ക്കറ്റ് വിൽക്കാനെന്ന പേരിൽ ഒരു സ്വർണ്ണപ്പണിക്കാരനെ പരിചയപ്പെട്ട് അയാളുടെ കയ്യിൽ നിന്ന് കുറച്ച് സൈനൈഡ് കൈക്കലാക്കി ആ മിനിയുടെ ഭർത്താവിനെ നീ കൊന്നേനെ, അവള് പോലും അറിയാതെ. ഇതൊക്കെ എൻ്റെ ഊഹം മാത്രമാണ്. പക്ഷെ നിന്റെ പ്ലാൻ കുറച്ചും കൂടി സ്മാർട്ടായിരുന്നിരിക്കും. നടക്കാൻ സാധ്യതയുള്ള ഒരു കൊലപാതകത്തിൻ്റെ ചോദ്യം ചെയ്യൽ അത് നടന്നു കഴിഞ്ഞിട്ട് പോരെ.